മഞ്ജുഷയെ ഓർക്കുന്നുണ്ടല്ലോ. നമുക്കെല്ലാം നേരിട്ട് പരിചയമില്ലെങ്കിലും മനസ്സുകൊണ്ടെല്ലാം നമ്മൾ സ്നേഹിച്ചു പോയ ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കൂടെയില്ല. ശ്രീ നവീൻ ബാബു, കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബു മരണപ്പെട്ടതിനെ തുടർന്ന് കേരളത്തിലെ നന്മയുള്ള മനുഷ്യരെല്ലാം അദ്ദേഹത്തിൻ്റെ മുഖം മനസ്സിലേറ്റിയിട്ടുണ്ട്. നിഷ്കളങ്കരായ ഒരു നല്ല സർക്കാർ ഉദ്യോഗസ്ഥനെ രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായി അദ്ദേഹത്തിനെ സൂയിസൈഡിലേക്കാണോ അല്ലെങ്കിൽ ഹോമിസൈഡിലേക്കാണോ തള്ളി നീക്കിയതെന്ന് നമുക്കെല്ലാം ഇപ്പോഴും ഒരു തീർച്ചപ്പെടുത്തൽ ആയിട്ടില്ല. ഹോമിസൈഡ് തന്നെയാണെന്നുള്ള ചില പശ്ചാത്തല കഥകൾ നമ്മളോട് ഒരു തീർച്ചപ്പെടുത്തൽ തന്നിരിക്കുകയുമാണ്. അതിനുവേണ്ടി CBI വരണം എന്നുള്ളത് മഞ്ജുഷ എന്ന നവീൻ ബാബുവിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ആഗ്രഹിച്ചിരുന്നു. അതിനു വേണ്ടി അവർ ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. നിർഭാഗ്യവശാൽ ആ ആഗ്രഹത്തിന് ഹൈക്കോടതി പച്ചക്കൊടി കാണിച്ചില്ല. സംസ്ഥാനത്ത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ അന്വേഷിച്ചാൽ മതിയാകും. അവരുടെ അന്വേഷണത്തിൽ അസംതൃപ്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പിന്നീട് കണ്ടെത്തി അത് കോടതിയുടെ ശ്രദ്ധയിൽ പെടുത്തണം എന്നുള്ള നിഗമനത്തോടുകൂടി ആ കേസ് ഡിസ്പോസ് ചെയ്യുകയാണ് ഉണ്ടായത്. പക്ഷേ മഞ്ജുഷ അതിൽ അടങ്ങി എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. സ്വന്തം ഭർത്താവിനെ മരണത്തിലേക്ക് തള്ളിവിട്ട അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കൊലപ്പെടുത്തലാണെങ്കിൽ അതിലേക്ക് നയിച്ച വ്യക്തികളെ അന്വേഷണത്തിലൂടി തന്നെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെന്നുള്ള അവരുടെ ആഗ്രഹം അവർ നിയന്ത്രിച്ചിട്ടൊന്നുമില്ല. അവർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാനുള്ള നീക്കങ്ങളെല്ലാം പൂർത്തിയായി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഞ്ജുഷ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങറ്റം വരെ പോവുക തന്നെ ചെയ്യും എന്ന്. ഈ കോടതി അവസാനം സുപ്രീം കോടതി വരെ പോകേണ്ട ഒരവസ്ഥ വന്നാൽ പോലും മഞ്ജുഷ പിൻവാങ്ങും എന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഈ എപ്പിസോഡിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഇപ്പോൾ ഒരാഴ്ച മുമ്പ് കേരളത്തിൽ സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും ഒരു പണിമുടക്ക് നടത്തുകയുണ്ടായി. പ്രധാനമായും പ്രതിപക്ഷ കക്ഷികളാണ്. ആ പ്രതിപക്ഷ കക്ഷികളിലെ സർവീസ് സംഘടനയാണ് ഈ പണിമുടക്കിന് ആഹ്വാനം നൽകിയിരുന്നത് എങ്കിലും ഭരണത്തിലെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന CPI എന്ന് പറയുന്ന ഘടകകക്ഷിയുടെ സർവീസ് സംഘടനയായ ജോയിൻറ്റ് കൗൺസിലും ഈ പണിമുടക്കിൽ പങ്കെടുക്കുകയുണ്ടായി. മഹാഭൂരിപക്ഷം ഈ ജോയിൻറ്റ് കൗൺസിൽ അംഗങ്ങളും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടവരാണ്. അവരെല്ലാം തന്നെ പണിമുടക്കുകയും പല സ്ഥലത്തും വില്ലേജ്, താലൂക്ക്, കളക്ട്രേറ്റ് സ്ഥാപനങ്ങൾ സ്തംഭിക്കുകയും ചെയ്തു. പൂർണ്ണമായും സ്തംഭിച്ച കളക്ട്രേറ്റുകൾ ഉണ്ടായിരുന്നു. എറണാകുളം ജില്ലാ കളക്ട്രേറ്റ് അതിൽ ഒന്നാണ്. അപ്പോൾ ഈ പ്രതിപക്ഷ സംഘടനകൾക്കൊപ്പം CPI എന്ന് പറയുന്ന ഭരണ വിഭാഗത്തിലെ സർവീസ് സംഘടന കൂടി ഒത്തൊരുമിച്ചപ്പോൾ അത് സർക്കാരിന് വല്ലാത്ത ഒരു തിരിച്ചടി ആയി എന്ന് പറയാതെ വയ്യ. ഈ പണിമുടക്കിയ ആളുകൾ എല്ലാം തന്നെ പ്രകടനങ്ങൾ നടത്തിയപ്പോൾ അതിന് എതിരെ ഭരണകക്ഷിയുടെ സർവീസ് സംഘടനകൾ പ്രതിഷേധം ഉയർത്തിയതും ജോലിക്ക് കയറി മറ്റുള്ളവരോട് വീരവാദം വിളമ്പിയതുമൊക്കെ തന്നെ നമ്മൾ പല ചാനലുകളിലെ വീഡിയോകളിലൂടി കണ്ടതാണ്. കാരണം ഭരണകക്ഷി ആയതുകൊണ്ട് തന്നെ ഭരണകക്ഷി പറയുന്നതെല്ലാം ജീവനക്കാർ അനുസരിക്കേണ്ടി വരുന്നു. ജീവനക്കാരുടെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് സമരമെങ്കിലും അതിനെ രാഷ്ട്രീയ പ്രേരിതം എന്ന നിറം ചാർത്തിക്കൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും പണിമുടക്കിൽ പങ്കെടുത്തവരെയൊക്കെ ഒറ്റപ്പെടുത്തുകയും ചെയ്തുകൊണ്ടുള്ള ചില കലാപരിപാടികളും പല സർക്കാർ ഓഫീസുകളിലും നടന്നിരുന്നു. പക്ഷേ നിങ്ങൾ അറിയുക, CPM സംഘടനയുടെ അനുഭാവിയാണ്, മെമ്പറാണ് എങ്കിലും മഞ്ജുഷയും ഈ സമരത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അത് കാണിക്കുന്നത് യഥാർത്ഥത്തിൽ ജീവനക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സമരം ആയതുകൊണ്ടാണോ അതോ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് എതിരായി നിലപാടെടുത്ത പാർട്ടിയോടുള്ള ഒരു അപ്രീതിയാണോ എന്നുള്ളത് നമുക്ക് വരികൾക്കിടയിൽ നിന്ന് വായിച്ചെടുക്കേണ്ടി വരുന്നു. ഞാൻ തീർച്ചപ്പെടുത്തുന്ന ഒരു കാര്യം, തീർച്ചയായും മഞ്ജുഷയുടെ മനസ്സ് ഇപ്പോൾ ഈ ഭരണകക്ഷി സംഘടനകളോട് ഇല്ല എന്നുള്ളതാണ്. കാരണം CBI എൻക്വയറി എന്നുള്ള അവരുടെ ഒരു മിതമായ ആവശ്യം തള്ളിക്കളഞ്ഞ ഒരു ഗവൺമെൻറ്റാണ് നിലവിൽ ഉള്ളത്. തൻ്റെ ഭർത്താവും ഈ പാർട്ടിയിലെ പ്രധാന ചുമതലക്കാരനായ ഒരാളായിരുന്നു. കുടുംബം ആ പാർട്ടിയിൽപ്പെട്ട കുടുംബമായിരുന്നു.
മഞ്ജുഷയും ആ പാർട്ടിയിൽ തന്നെ ഉള്ള ആളുകളാണ്. ഇത്രയും ശക്തമായി തങ്ങൾ പിന്തുണയ്ക്കുന്ന ഈ പാർട്ടി തങ്ങൾക്കൊരു ആവശ്യം വന്നപ്പോൾ മുഖം തിരിച്ച് കളഞ്ഞു എന്നുള്ളതിൽ മഞ്ജുഷയ്ക്കും മഞ്ജുഷയോടൊപ്പം നിൽക്കുന്ന കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കും ഒക്കെ ഒരു അപ്രീതി ഉണ്ട് താനും. പത്തനംതിട്ട CPM ജില്ലാ കമ്മിറ്റി പോലും ഗവൺമെൻറ്റിൻ്റെ ഈ നീക്കത്തിന് എതിരായിരുന്നു. CBI വരണമെന്ന് ആഗ്രഹിച്ചവരാണ് അവരിൽ മഹാഭൂരിപക്ഷവും. പക്ഷേ കണ്ണൂർ ജില്ല എടുക്കുന്ന തീരുമാനമാണല്ലോ, ജില്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുക്കുന്ന തീരുമാനമാണല്ലോ നടപ്പാവുക. അങ്ങനെ തന്നെ അത് നടപ്പായി. CBI അന്വേഷണം വേണ്ടാന്ന് ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച് വളരെ വലിയ ചിരിയോടുകൂടി വാർത്താമാധ്യമങ്ങളെ കണ്ട കണ്ണൂരിലെ ഒരു നേതാവിനെയും നമ്മൾ വീഡിയോകളിൽ കണ്ടതാണ്. അപ്പോൾ മഞ്ജുഷയ്ക്ക് അറിയേണ്ടതെല്ലാം മഞ്ജുഷയ്ക്ക് അറിയാം. തങ്ങൾക്ക് വേണ്ടി ഒരു നിലപാടെടുത്ത് തങ്ങളോടൊപ്പം നിൽക്കേണ്ട പാർട്ടി തങ്ങളെ തള്ളിക്കളയേണ്ട സമയത്ത് കൃത്യമായും തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെ നിലപാടെടുത്തു. അത് ആ പാർട്ടിയെ സ്നേഹിക്കുന്ന തങ്ങൾക്ക് കിട്ടിയ പ്രഹരമാണെന്നു തന്നെ പരസ്യമായി പറയാൻ മഞ്ജുഷയ്ക്കും കുടുംബാംഗങ്ങൾക്കും ഒരു മടിയുമില്ല. ഈ CBI അന്വേഷണം വേണ്ടെന്ന് പറഞ്ഞ സർക്കാരിനെ തീർച്ചയായും എതിർക്കാൻ കിട്ടുന്ന അവസരങ്ങളിൽ ശരിക്കും മഞ്ജുഷ എതിർക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെൻറ്റിനും ഈ ഗവൺമെൻറ്റിനെ നയിക്കുന്ന പാർട്ടിക്കും മഞ്ജുഷയോട് നല്ല വിരോധം ഉണ്ട് താനും. പാർട്ടി പറഞ്ഞത് നിലപാടിനോട് ഈ മഞ്ജുഷ യോജിച്ചില്ലല്ലോ എന്നുള്ളതാണ് പാർട്ടിയുടെ സങ്കടം. ഭർത്താവ് മരണപ്പെട്ട ഒരു ഭാര്യയ്ക്ക്, ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന മാനസികമായ വ്യാകുലതകളൊന്നും കരുതലായി എടുക്കാൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞില്ല. ഒരിക്കൽ പറയും ഞങ്ങൾ ഇരയോടൊപ്പമാണെന്ന് പറയും, പക്ഷേ നിലപാടെടുക്കുന്നത് വേട്ടക്കാരോടൊപ്പമാണ്. ഇത് തന്നെയാണ് പലവട്ടം നമ്മൾ കണ്ടത്. MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി പോലും ആദ്യം പറഞ്ഞത് ഞങ്ങൾ ഇരയോടൊപ്പമാണ് എന്ന് വച്ചാൽ മഞ്ജുഷയുടെയും കുടുംബത്തിനോടും ഒപ്പമാണ്. പക്ഷേ പിന്നീട് ഈ CBI എൻക്വയറി എന്തിനാണ് എന്ന ചോദ്യവുമായി എതിരിടാൻ വന്നപ്പോൾ ഇവർ ആരുടെ കൂടെയാണെന്ന് കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന പൊതുജനം മുഴുവൻ തിരിച്ചറിഞ്ഞതാണ്. തള്ളി പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ മഞ്ജുഷയുടെ നിലപാടിനെ കോടതിയിൽ എതിർത്തത്. കോടതിയിൽ എതിർക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തതും സർക്കാർ തന്നെയാണ്. ഗവൺമെൻറ് പ്ലീഡർ സർക്കാർ പറയുന്ന നിർദ്ദേശമാണ് ഗവൺമെൻറ് പ്ലീഡർ കോടതിയിൽ പറയുന്നതും. കോടതിയിൽ ശക്തമായി തന്നെ എതിർത്തു CBI എൻക്വയറി വേണ്ട എന്ന്. മഞ്ജുഷയുടെ വക്കീൽ മുഖാന്തരം അക്കമിട്ട് നിരത്തിയ എല്ലാ വാദഗതികളെയും നിരാകരിക്കുന്ന വിധത്തിലാണ് പ്രോസിക്യൂട്ടറുടെ വാദഗതികൾ കോടതിയിൽ വന്നത്. കൃത്യമായും CBI അന്വേഷണത്തിന് ഭയപ്പെടുന്നു എന്നുള്ളതിൽ നിന്ന് തന്നെ ഈ പാർട്ടിയുടെ നിലപാട് എന്തിനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. എന്തെങ്കിലും ഒളിച്ചുവെക്കാൻ ഉണ്ടെങ്കിൽ മാത്രമല്ലേ CBIയുടെ അന്വേഷണത്തിന് ഭയപ്പെടേണ്ടതുള്ളൂ. ഇല്ലെങ്കിൽ എന്തിനാണ് CBIയുടെ അന്വേഷണത്തിന് ഭയപ്പെടുന്നത്? സ്വന്തം പാർട്ടി കുടുംബത്തിൽപ്പെട്ട സ്വന്തം അംഗമായ ഒരു മാന്യനായ ഒരു മനുഷ്യൻ, ഒരാൾ പോലും അദ്ദേഹത്തിനെ കുറിച്ച് മോശമായി പറഞ്ഞിട്ടില്ല. മന്ത്രിമാർ മുതൽ അദ്ദേഹത്തിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന നിലയിൽ പ്രശസ്തരായ IAS ഉദ്യോഗസ്ഥർ വരെ ഇദ്ദേഹത്തിനെ കുറിച്ച് പ്ലസ്സായിട്ടല്ലാതെ മൈനസായി ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. എന്നിട്ടും ഗവൺമെൻറ് അവരുടെ നിലപാടുമായിട്ടാണ് മുന്നോട്ട് പോയത്. ശരിക്കും എന്താണ് അതിൻ്റെ പിന്നിലുള്ള രഹസ്യമെന്ന് നമുക്കെല്ലാം ഇപ്പോഴും അറിയാൻ താല്പര്യമുണ്ട്. എന്നാൽ ഒരു CBI എൻക്വയറി കൂടി അല്ലാതെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ഏജൻസിയുടെ അന്വേഷണത്തിൽ നിന്നും യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരുമോ എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും സംശയമുണ്ട്. ഇതുവരെയുള്ള പല നീക്കങ്ങളും അതാണ് നമ്മളോട് പറയുന്നതും. എന്തായാലും മഞ്ജുഷയുടെ നിലപാടിൽ ധീരമായി ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഈ പണിമുടക്കിനോട് ഒപ്പം ചേർന്നത് വഴി മഞ്ജുഷ കാണിച്ചു തന്നത്. തികച്ചും ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീയുടെ നിലപാട് ഇങ്ങനെ തന്നെ ആയിരിക്കണം. ധീരമായ അചഞ്ചലമായ നിലപാടാണ് ഇപ്പോൾ മഞ്ജുഷ സ്വീകരിച്ചിട്ടുള്ളത്. ഒരിക്കലും തളരാതെ ആ മരണപ്പെട്ട മനുഷ്യൻ്റെ ആത്മാവിന്
എങ്കിലും ആ ആത്മാവിനെങ്കിലും സന്തോഷം കിട്ടാൻ വേണ്ടി മഞ്ജുഷ പൊരുതുക തന്നെ വേണം. കേരളത്തിൻ്റെ പൊതു മനസാക്ഷി മഞ്ജുഷയോടൊപ്പമാണ്. അതിൽ രാഷ്ട്രീയമില്ല, അതിൽ മത വർഗ വൈരുദ്ധ്യങ്ങളില്ല. മനുഷ്യർ നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യരെല്ലാം തന്നെ മഞ്ജുഷയുടെ പിന്നിലാണെന്നുള്ളത് മഞ്ജുഷ എപ്പോഴും കരുതുക. ഒരിക്കലും ധീരത കൈവിടാതെ മുന്നോട്ട് പോവുക. കേരളം നിങ്ങൾക്കൊപ്പം തന്നെയാണ്.